Hi friends, Viniz വളരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് എനേബിൾ ആക്കണേ. നോട്ടിഫിക്കേഷനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സ്ട്രോബെറി ജെല്ലിയാണ്. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അൺഫ്ലേവേർഡ് ജെലാറ്റിനാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര സമയം വെക്കണമെന്നൊക്കെ ഉള്ളത് ഈ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതുമേൽ 30 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് 30 മിനിറ്റ് വെക്കുവാണ്. നമ്മളിവിടെ ബുഷിൻ്റെ ജെലാറ്റിനാണ് എടുത്തേക്കണത്. ഇനി ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെക്കുവാണ്. നമ്മളിതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ജെലാറ്റിൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇപ്പോൾ ഇതൊറ്റ കട്ടയായിട്ടിരിക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി മെൽറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ജെലാറ്റിൻ ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാമായിരുന്നു കേട്ടോ അതിലേക്ക്. ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ കട്ടയായിട്ട് കിടക്കണതൊക്കെ മെൽറ്റായിട്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞു വരും. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രോബെറി എസൻസ് ഉണ്ടെങ്കിൽ അത് 1/2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നതും എസൻസ് ഒഴിച്ചു കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. എസൻസിന് കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും, സിറപ്പിന് അത്രയും ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ എസൻസ് എപ്പോഴും കുറച്ചൊഴിച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ അതൊരു ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. സ്പൂണിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ സമയം എടുക്കും. അതുകൊണ്ടൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് എളുപ്പം. ബാക്കിയുള്ളത് ഒരു ഗ്ലാസ് ബൗളിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ സെറ്റായി കിട്ടും. എനിക്ക് പക്ഷേ അതിന് മുന്നേ സെറ്റായി വന്നിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതിയാവും. ഇപ്പോൾ ഇത് ജെല്ലിയുടെ റെഡിയായിട്ടുണ്ട്. ഇത് ഫലൂഡയിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ജെലാറ്റിൻ ഇട്ടുകൊണ്ട് പുറത്ത് വെച്ചാലത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ബൗളിൽ നമ്മൾ സെറ്റാക്കാൻ വെച്ചത് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ഉപയോഗിക്കുന്നത് ഫലൂദയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഒരു മിഠായി വാങ്ങില്ലേ, മാംഗോ ജെല്ലി, ഇതിൽ മാംഗോൻ്റെ ഫ്ലേവർ എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാംഗോ ജെല്ലി ഉണ്ടാക്കാം. ഏത് ഫ്ലേവർ ഇതിൽ ഇട്ട് കൊടുക്കണോ അതുണ്ടാക്കാം. ഇപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇതാണ്ട ഡാൻസിങ് ജെല്ലി. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.